ഗിരീഷേട്ടൻ്റെ കൂടെ വരുമ്പോൾ ആരും കൂളായി പോവും. അങ്ങനെ നിവിൻ ചേട്ടന് പിന്നെ നമ്മളെ ഏറ്റവും ഇഷ്ടമുള്ള ജോണറാണല്ലോ നിവിൻ ചേട്ടൻ. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞല്ലോ നിവിൻ ചേട്ടൻ ചിരിച്ചെഴുന്ന് കഴിഞ്ഞാൽ ഹിറ്റാന്ന് പറഞ്ഞതല്ലേ. സ്ഥിരം ചെയ്യുന്നതിൽ നിന്നും ഞാൻ ആക്ച്വലി എൻ്റെ ക്യാരക്ടർ ബത്ലഹേമിയുടെ പുറത്തുള്ള ഒരാളാണ്. എങ്കിൽ പോലും ഭയങ്കര സന്തോഷമുണ്ട്. ആയിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. നമ്മൾ അതെ അതെ, കാരണം ഫസ്റ്റ് ആളെ കാണിക്കുമ്പോൾ തന്നെ ചെറിയൊരു ഗ്ലിംസ്. ഭയങ്കര സന്തോഷം. അല്ല പടം ഇഷ്ടപ്പെട്ടില്ലേ? സന്തോഷം. ഓണം നമുക്ക് തൂക്കാം. കാണാൻ വരുന്ന ഓഡിയൻസിനോട് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എന്ന് തന്നെ പറയുന്നു. അവർ നിരാശരാവില്ല എന്തായാലും. നിവിൻ പോളിയും അവരുടെ ഇഷ്ടതാരങ്ങൾ വളരെ നന്നായിട്ട് എല്ലാവരും പെർഫോം ചെയ്തിട്ടുള്ള, ചിരിക്കാനും ഈ പറഞ്ഞ പോലെ ഇമോഷനും ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും വന്ന് കാണണം. ഒരുപാട് സന്തോഷം. പടം നമ്മൾ വിചാരിച്ച പോലെ തന്നെ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കണം. അതെ, പ്രേമലുവിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു സിനിമ കൂടെ ആയിരുന്നു. ലാസ്റ്റത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ഒരു ആ ലവും അതുപോലെ അവരുടെ ബ്രേക്കപ്പ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഇമോഷൻസും കൂടെ ഫീൽ ചെയ്യുന്നൊരു പടമായിരുന്നു. ഒരുപാട് സന്തോഷം, ഒരുപാട് ഇഷ്ടമായി എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു. വണ്ടർഫുൾ, ഭയങ്കര എനിക്ക് സന്തോഷം എന്നുള്ളത് എനിക്ക് അതിനപ്പുറം പറയാൻ പറ്റുന്നില്ല. പിന്നെ അത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ. അപ്പോൾ എനിക്ക് അത് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം കൂടാണ്. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണണം. അപ്പോൾ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്നൊരു അടിപൊളി പടമായിരിക്കും. എനിക്ക് ഭയങ്കര ഫ്രഷായിട്ട് തോന്നി പടം കണ്ടപ്പോഴും. മൊത്തത്തിൽ ആ ഇമോഷൻസ് ഹോൾഡായി പോകുന്നുണ്ട്, ചിരികളുണ്ട്, ഭയങ്കര സന്തോഷം. ഗിരീഷേട്ടൻ്റെ കൂടെ വരുമ്പോൾ ആരും കൂളായി പോവും. അങ്ങനെ നിവിൻ ചേട്ടന് പിന്നെ നമ്മളെ ഏറ്റവും ഇഷ്ടമുള്ള ജോണറാണല്ലോ നിവിൻ ചേട്ടൻ. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞല്ലോ നിവിൻ ചേട്ടൻ ചിരിച്ചെഴുന്ന് കഴിഞ്ഞാൽ ഹിറ്റാന്ന് പറഞ്ഞതല്ലേ. അതുപോലെയാണ്. നെസ്ലിയും അവരെല്ലാവരും കാണും, എന്നെ വിളിച്ചിട്ടുണ്ടായി കാണും എന്ന് പറഞ്ഞു. എന്തായാലും ഇന്ന് തന്നെ കാണുമായിരിക്കും. ഇവിടെ ഇല്ല, പടം കാണുമായിരിക്കും എന്തായാലും. ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഗിരീഷ് ഷെട്ടിയുടെ പടത്തിൽ നമ്മൾ ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മൾ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവത്തില്ല. പക്ഷേ ഇന്നിപ്പോൾ മൂവി ഫുൾ കാണുമ്പോഴാണ് നമുക്കതിൻ്റെ ഫുൾ ഇമോഷനും ഫുൾ ഹ്യൂമറും ഒക്കെ നമ്മളതിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്നത്. അതെ അതെ അതെ, റിയൽ അമ്മ അങ്ങനെയല്ലായിരുന്നു. അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മോള് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു, എന്ത് തള്ളയാണോ താനെന്ന് ഇതിനകത്ത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. എല്ലാവർക്കും കാണാൻ നല്ലൊരു മൂവി ഓണത്തിന്. പിന്നെ തീർച്ചയായിട്ടും, എന്താ സംശയം. അല്ല, ഭയങ്കര സന്തോഷം. നമ്മൾ എന്താ പറയുക, വീണ്ടും ഒരു ഗിരീഷ് ഷെട്ടി പടത്തിൽ വരാൻ സാധിച്ചത് തന്നെ വലിയ ഭാഗ്യം. അത് ഈ പറഞ്ഞ പോലെ നല്ലൊരു വേഷം കിട്ടി. നമ്മൾ സ്ഥിരം ചെയ്യുന്നതിൽ നിന്നും ഞാൻ ആക്ച്വലി എൻ്റെ ക്യാരക്ടർ ബത്ലഹേമിയുടെ പുറത്തുള്ള ഒരാളാണ്. എങ്കിൽ പോലും ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും എന്തായാലും പോയി തിയേറ്ററിൽ കാണണം. നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ അറിയിക്കണം. ആക്ച്വലി ഞാൻ ഗിരീഷ് ഷെട്ടിയുടെ ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിച്ച് തുടങ്ങിയ ആളാണ്. അപ്പോൾ ഈ സിനിമയിൽ അങ്ങനത്തെ ഒരു ഇത് കൂടിയുണ്ട്. സിനിമയിലും ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നതുകൊണ്ട് ആ ഒരു എന്താ പറയുക, ഭയങ്കര സന്തോഷമുണ്ട്. എന്നാലും എല്ലാവരും കാണണം. ഇപ്പോൾ തന്നെ ആൾക്കാർ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ കൂടുതൽ പേര് കാണണം, അഭിപ്രായം അറിയിക്കണം. ആയിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. നമ്മൾ അതെ അതെ, കാരണം ഫസ്റ്റ് ആളെ കാണിക്കുമ്പോൾ തന്നെ ചെറിയൊരു ഗ്ലിംസ്. അതാണ് ഒരു എന്തെങ്കിലും ഒരു പരിപാടി വേണമല്ലോ. അത് ഇതിപ്പോ നമ്മളെ ആൾക്കാരാണ് കണ്ടത്, അതുകൊണ്ട് അറിയില്ല. എന്നാണ് എനിക്ക് തോന്നുന്നു മെസ്സേജസ് ഒക്കെ വരാൻ തുടങ്ങി. അതെ 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 അതെ, അത് നമുക്ക് ഭയങ്കരമായിട്ട് വൈബ് കിട്ടി. കാരണം പ്രേമല് കണ്ടപ്പോഴും ഇതേപോലെ ഒരു വൈബ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഷോ കണ്ടപ്പോൾ. ഇവിടെ ആ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അയ്യോ, ഞാൻ ഉറപ്പായിട്ടും എനിക്ക് ഫസ്റ്റ് ഷോട്ട് തന്നെ നിവിൻ ചേട്ടൻ്റെ ഓപ്പോസിറ്റ് നിന്നിട്ട് ഒരു ചൊറിയുന്നൊരു പരിപാടിയാണ്. അപ്പം ഞാൻ ഈ മനുഷ്യനെ കണ്ടപ്പോൾ തൊട്ട് ഇങ്ങനെ നമ്മളൊക്കെ ഒരു സമയത്ത് പ്രേമം കണ്ടിട്ട് അത്രയും ആരാധനയോടെ ഇരുന്ന ആളല്ലേ. ആദ്യമായിട്ട് കണ്ടത് തന്നെ ഒരു അങ്ങനത്തെ ഒരു ഷോട്ടൊക്കെ ആയിരുന്നു. പക്ഷെ ഭയങ്കര ചില്ലാണ് പുള്ളി. നമ്മൾ അത്രയും കംഫർട്ടബിൾ ആക്കിയിട്ടാണ് പുള്ളി. ഞാനോ? അയ്യോ അല്ലല്ലോ, ഞാൻ ഭയങ്കര പാവം. സിനിമയിൽ മാത്രമേ ഉള്ളൂ. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരും, ക്രൂ മൊത്തം. എനിക്ക് എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഗിരീഷ് ചേട്ടൻ്റെ പടം ചെയ്യാൻ പറ്റിയ നല്ല സന്തോഷമുണ്ട്. പിന്നെ പാവന സ്റ്റുഡിയോയുടെ എല്ലാവരും, അമൃത ചേച്ചി ആയാലും സ്വന്തം ചേച്ചിയുടെ തൊട്ട് ഭയങ്കര വൈബായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. ഭയങ്കര സന്തോഷം. അല്ല പടം ഇഷ്ടപ്പെട്ടില്ലേ? സന്തോഷം. ഓണം നമുക്ക് തൂക്കാം. നിവിൻ ചേട്ടൻ്റെ കൂടെയും ഇവരുടെ എല്ലാവരും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.
ഗിരീഷേടി പടമാണ് നമ്മളെല്ലാവരും ഓണത്തിന് അതാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഓണം വൈബാക്കും ആക്കിയില്ലേ ആക്കിയിട്ടുണ്ട് കുറച്ചുകൂടെ പറയൂ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി പറയൂ അല്ല എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ സൂപ്പറായി പ്രളയം വരുമ്പോൾ പ്രളയം വരുന്നുണ്ട് അറ്റ്ലീസ്റ്റ് എന്ത് വരുമ്പോൾ നമുക്ക് സങ്കടം വരുന്നുണ്ട് അപ്പൊ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓഡിയൻസിനോട് ഇത് കണ്ടപ്പോൾ അങ്ങനെ തന്നെയാണോ ഫീൽ ചെയ്തത്? അല്ല ആളുകൾ ഇമോഷണൽ ആയെന്ന് നമുക്ക് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ കാണുമ്പോൾ നമ്മൾ ഇതിൻ്റെ സിങ്കൊക്കെയാണ് ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു എനിക്ക്. അപ്പോൾ അത് അങ്ങനെ ഞാൻ അങ്ങനെ ഇമോഷണലായിട്ടല്ലത് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നായിരുന്നത്. അതുണ്ട് അത് ഭയങ്കര ഹൈ, നമുക്ക് ഹൈ തരുന്നൊരു സംഭവമാണ്. അവർ ചിരിക്കും കൈയടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും ഉണ്ട്. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു ഗിരീഷേടി പടം എന്ന നിലയ്ക്ക് തിയേറ്ററിൽ കാണുമ്പോൾ സിനിമ ഇപ്പോഴായിരിക്കും തിയേറ്ററിൽ കാണുന്നുണ്ടാവുക, കാണുമ്പോൾ സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ സാറ്റിസ്ഫൈഡ് ആണ് അതാണ്. അല്ല എനിക്ക് ഞാൻ ഇപ്പോൾ ഈ വാച്ചിന് ഞാൻ ഭയങ്കര കുറേ ടെക്നിക്കൽ കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ ഇനിയും ഒന്നും കൂടി ശരിക്കും വേറെ ആൾക്കാരുടെ കൂടെ പോയിരുന്ന് കാണണം. അതെ. അപ്പോൾ നമ്മൾ ഒരു ടെൻഷനും അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലാണ് കണ്ടുകൊണ്ടിരുന്നത്. കാണാൻ വരുന്ന ഓഡിയൻസിനോട് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എന്ന് തന്നെ പറയുന്നു. അവർ നിരാശരാവില്ല എന്തായാലും. നിവിൻ പോളിയും അവരുടെ ഇഷ്ടതാരങ്ങൾ വളരെ നന്നായിട്ട് എല്ലാവരും പെർഫോം ചെയ്തിട്ടുള്ള, ചിരിക്കാനും ഇവ പറഞ്ഞ പോലെ ഇമോഷനും ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും വന്ന് കാണണം. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഉറപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചിരിയുടെയൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ സീൻ ഇത്രയും അങ്ങനെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എക്സ്പീരിയൻസ് ഫൈറ്റും പരിപാടിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഫൈറ്റും പരിപാടിയൊക്കെ ചെയ്യണത്. അപ്പം നിവിൻ ചേട്ടൻ്റെ കൂടെ അങ്ങനെ ഒരു പരിപാടി ചെയ്തപ്പോൾ എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായി. ഇനി ഇടിച്ചാൽ കൊള്ളോ, കസേരയൊക്കെ അടിച്ചാൽ മേത്തുള്ളൂ അങ്ങനെയൊക്കെ. പക്ഷേ എന്തോ ഭയത്തിലെല്ലാം കറക്റ്റായിട്ട് വന്നു. റീലിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അത്ര എളുപ്പമല്ല. പക്ഷേ ബിഗ് സ്ക്രീനിലേക്ക് എത്തുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് എന്താണ്, ആ ഒരു ഹൈ എന്താണ്? ഹൈ എന്ന് വെച്ചാൽ നമുക്കറിയുന്ന ഡയറക്ടേഴ്സ് റീലെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ജഡ്ജ് ചെയ്യാം. നമ്മൾ എടുക്കുന്ന വീഡിയോ എങ്ങനെയുണ്ട്, കൊള്ളാമോ, നമ്മൾ അഭിനയിച്ചത് കൊള്ളാമോ എന്ന് അപ്പോൾ ജഡ്ജ് ചെയ്യാം. ഇത് ഡയറക്ടറിൻ്റെ ഒരു കമാൻഡിൽ നമുക്ക് അഭിനയിക്കണ്ടേ. അപ്പോൾ എനിക്ക് ഇതുവരെ ടെൻഷനാണ് അത് എങ്ങനെയായി, ഞാൻ ചെയ്തത് വർക്കായോ, ആ ഒരു നല്ലൊരു ടെൻഷനുണ്ട്. മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒന്നും ഉറക്കമുണ്ടായില്ല. ഇന്ന് രാവിലെ എങ്ങനെയാലും ആയാൽ മതി. ഫ്രണ്ട്സ് വന്നിട്ട് ഫാമിലി പിന്നെ നിവിൻ പോളി നമ്മുടെ മറ്റേ ഫാൻ. അപ്പൊ നിവിൻ പോളിക്ക് ഓപ്പോസിറ്റ് ചെയ്യുന്ന ഒരാള് അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് നിലയ്ക്ക് നിങ്ങൾ ഫ്രണ്ടിനോടൊപ്പം ആണോ അതോ നിവിൻ പോളിനോടൊപ്പം ആണോ? എന്തിനാ വെച്ചാണ് നിവിൻ പോളി അങ്ങനെ ചെയ്യണേ? മുന്നിൽ നിവിൻ പോളി ഒന്നുമല്ല. ഞങ്ങളുടെ ചെക്കൻ്റെ പരിപാടി അടിപൊളിയായിട്ടുണ്ട്. പടം അടിപൊളി, നിവിൻ പോളി അടിപൊളി, ഓണം അടിപൊളി. ഫാമിലി എല്ലാവരും വന്ന് കാണണം. നിങ്ങളുടെ ഫ്രണ്ടിന്റെ അഭിനയത്തെ പറ്റി അടിപൊളി പറയണോ? എന്ന് തുടങ്ങിയതറിയാം. നല്ലൊരു അവരോട് ഭയങ്കര താങ്ക്ഫുൾ അല്ലേ, ഇവിടം വരെ എത്തിയില്ലേ. ഞങ്ങളിത് കാണാൻ വേണ്ടി കൊതിച്ചിരിക്കണായിരുന്നു. അവൻ ബിഗ് സ്ക്രീനിൽ വരാൻ വേണ്ടി അവന്റെ കഷ്ടപ്പാട് അവസാനം അവനെത്തി എന്നുള്ളതാണ്. അവന്റെ എഫേർട്ട് കാരണം തന്നെയാണ് ഇവിടെ എത്തിയത്. അതെ നല്ലൊരു സിനിമ. അതെ അത് ഏത് മൂടി പൊളി മൂഡ് അമ്പാനി മൂഡിലേക്ക് അവനെത്തുക. നമ്മളിവിടെ കാണും, എന്തായാലും കൂടെ കാണും. അതെ അത്രേ ഉള്ളൂ. എല്ലാരും തിയേറ്ററിൽ വന്ന് കാണാം, ഫാമിലി ആയിട്ട് വന്ന് കാണാം. ഓണം അടിച്ചു പൊളിക്കുക, അടിപൊളി പടമാണ്.